ഞാൻ പാസ്റ്റർ എന്നോട് വചനം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം തന്ന ആലോചന ഞാനിങ്ങനെ ഷെയർ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ ഇന്നത്തെ ആരാധനയും ഇന്നത്തെ വചനവും ഇന്നത്തെ നമ്മുടെ പാട്ടുകളും എല്ലാം എൻ്റെ ആ വചനത്തോട് എത്ര ചേർന്ന് പോകുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഇന്ന് ഈ വചനം തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതിനായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 3 വാക്യങ്ങളാണ് വായിക്കേണ്ടത്. നമുക്ക് എന്നിട്ട് അതിൽ നിന്ന് ചിന്തിക്കാം. ആദ്യമായി എബ്രായർ 11:5. എബ്രായർ 11:5. അവിടെ നാം ഇങ്ങനെ കാണുന്നു: വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ അവിടെ നാം കാണുകയാണ് വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചു. രണ്ടാമത്, ഹാനോക്ക് മരണം കാണാതെ. അപ്പോൾ ഹാനോക്ക് മരിച്ചില്ല, മരണം എന്താണെന്ന് ഹാനോക്ക് കണ്ടില്ല. മൂന്നാമത്, എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ. അപ്പോൾ നമ്മൾ കാണുകയാണ് ഹാനോക്കിനെ ദൈവം എടുത്തു. നാലാമത്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അതായിരുന്നു അവൻ്റെ ഒരു ക്വാളിറ്റി. പിന്നീട് നാം കാണുകയാണ് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ദൈവം അവനെ എടുത്തുകൊണ്ട് പോകുന്നതിന് മുൻപേ ദൈവത്തിൽ നിന്ന് അവനൊരു സാക്ഷ്യം പ്രാപിച്ചു. ഇനി നമുക്ക് വേറൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി 5-ാം അധ്യായം. ഉൽപ്പത്തി 5-ലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 21 മുതലുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജനിപ്പിച്ചു. മെഥൂശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പം നമ്മളവിടെ കാണുകയാണ് ഹാനോക്ക് 1-2 ദിവസമല്ല, 1-2 മാസമല്ല, 1-2 വർഷമല്ല, 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. അത് 2 തവണ എടുത്തു പറയുകയാണ്. 22-ാം വാക്യത്തിൽ പറഞ്ഞു ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. പിന്നെ വീണ്ടും 24-ാം വാക്യത്തിൽ വീണ്ടും പരിശുദ്ധാത്മാവ് എഴുതി ചേർക്കുകയാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പോൾ ഏതൊരു കാര്യവും പരിശുദ്ധാത്മാവ് വചനത്തിൽ വീണ്ടും രണ്ടാമത് പറയുന്നെങ്കിൽ അതിന് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ പറയുകയാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നുവെന്ന് ഹാനോക്കിനെ കുറിച്ച് ഈ ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ പറയുകയാണ്. ഇനി മൂന്നാമതായിട്ട് നാം ഹാനോക്കിനെ കുറിച്ച് കാണുന്നത് യൂദായുടെ ലേഖനത്തിലാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. യൂദായുടെ ലേഖനം 14-15 വാക്യങ്ങൾ. ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്. അപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞ് ആദാം കഴിഞ്ഞ് 7-ാമത്തെ തലമുറയാണ് ഹാനോക്ക്. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്: ഇതാ, കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ബൈബിളിലെ ആദ്യത്തെ പ്രവാചകനാണ് ഹാനോക്ക്. ഹാനോക്കിൻ്റെ പ്രവചനമാണ് നമ്മളവിടെ വായിക്കുന്നത്. നമുക്കതിലേക്ക് മടങ്ങി വരാം പിന്നീട്. വീണ്ടും എബ്രായരുടെ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് ആദ്യം വായിച്ച വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. അവിടെ നമ്മൾ വായിച്ചു വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചു. ഈ 11-ാം അധ്യായം, എബ്രായരുടെ 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ ഒരു പട്ടികയാണ്. ഓരോരുത്തരുടെയും കാര്യം നമ്മൾ വായിക്കുമ്പോൾ അവർ വിശ്വാസത്താൽ ചിലതിനെയൊക്കെ വിട്ടുകളഞ്ഞു, അല്ലെങ്കിൽ വിശ്വാസത്താൽ ചിലതിനെയൊക്കെ മുറുകെ പിടിച്ചു, അല്ലെങ്കിൽ വിശ്വാസത്താൽ അവരുടെ ജീവിതത്തിൽ നേരിട്ട വൻ കാര്യങ്ങളെ, നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ അവർ വിശ്വാസത്തോടെ നേരിട്ടു. അവർ വിശ്വാസത്താൽ ചെയ്ത ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നാം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ ഹാനോക്ക് എന്താണ് ചെയ്തത്? ഹാനോക്കിനെ കുറിച്ച് അവിടെ പറയുന്നു, ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ ദൈവത്താൽ എടുക്കപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഉൽപ്പത്തിയിൽ വായിച്ചു 65 വയസ്സ് കഴിഞ്ഞാണ് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ തുടങ്ങിയത്. 65 വയസ്സായപ്പോൾ മെഥൂശലേഹ് ജനിച്ചു. അതിനുശേഷം 300 വർഷം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അപ്പോൾ ഹാനോക്കിൻ്റെ തുടക്കം ദൈവത്തോടു കൂടെ അല്ലായിരുന്നു. അപ്പം നമ്മളതിൽ നിന്ന് എന്താണ് നമ്മൾ പഠിക്കുന്നത്?
നമ്മുടെ ആരംഭം എങ്ങനെയാണ് എന്നതിലല്ല കാര്യം, നമ്മുടെ അവസാനം എങ്ങനെയാണ് എന്നതിലാണ് കാര്യം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാനോക്ക് 65 വയസ്സായപ്പോൾ ഹാനോക്കിന് തിരിച്ചറിവുണ്ടായി. പിന്നീടുള്ള 300 സംവത്സരം 3 സെഞ്ചുറി ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഇനി അതുമായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് കമ്പയർ ചെയ്യാമോ? വചനം പറയുന്നു 70 ഏറിയാൽ 80. അതിൽ നമുക്കിപ്പോൾ തന്നെ എത്ര വയസ്സ് കഴിഞ്ഞു? ഇപ്പം എന്നെ സംബന്ധിച്ച് 54 വയസ്സ് കഴിഞ്ഞു, 52 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇനി എത്രയുണ്ട്? 70 നല്ല 80 52 അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ ഹാനോക്കിനെ പോലെ 300 വർഷമൊന്നും നമ്മൾ ദൈവത്തോട് കൂടെ നടക്കാനില്ല. ഈ ചുരുങ്ങിയ കാലഘട്ടം ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റുമോ? ഹാനോക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളത് പഠിക്കാൻ പോവുകയാണ്. എനിക്ക് എൻ്റെ ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റുമോ? ഹാനോക്കിനെ ദൈവം എടുത്തെങ്കിൽ ദൈവത്തോട് കൂടെ നടന്നാൽ നമ്മളെയും ദൈവം എടുക്കും. തീർച്ചയായിട്ടും നമ്മുടെ അവസാനം ആരംഭത്തേക്കാൾ നല്ലതായിരിക്കട്ടെ. അതിന് നമുക്ക് വേണ്ടത് വിശ്വാസം. ഹാനോക്കിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നു, ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചു. എന്താണ് ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചത്? ആ ഭാഗത്ത് തന്നെ അതിൻ്റെ 6-ാം വാക്യം, 5-ാം വാക്യത്തിൻ്റെ തൊട്ട് താഴെ കിടപ്പുണ്ട്. 6-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഹിം. ബുദ്ധിമുട്ടാണെന്നല്ല, കോംപ്ലിക്കേറ്റഡ് ആണെന്നല്ല, ഹാർഡാണെന്നല്ല, പറ്റുമായിരിക്കും എന്നല്ല, സാധ്യമല്ല. വചനം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ് വിതൗട്ട് ഫെയ്ത്ത്. അപ്പം നമ്മൾ ഹാനോക്കിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം, വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. എന്താണ് അതിൻ്റെ താഴോട്ട് പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. അതാണ് ഹാനോക്ക് വിശ്വസിച്ചത്. ആ വിശ്വാസത്തെയാണ് ദൈവം മാനിച്ചത്. ഹാനോക്കിൻ്റെ മുൻപോട്ടുള്ള തലമുറകളെ നമ്മൾ നോക്കുമ്പം വചനത്തിൽ 3 പേരെ ദൈവത്തോട് കൂടെ നടന്നു എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുള്ളൂ. ഒന്ന് ആദാം. വെയിലാറുമ്പോൾ ദൈവം വരുമായിരുന്നു, ആദാമും ഹവ്വയും ദൈവത്തോട് കൂടെ നടക്കുമായിരുന്നു. പിന്നീട് 2-ാമത് വചനം പറയുന്നത് ദൈവത്തോട് കൂടെ നടന്നു എന്ന് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഹാനോക്കിനെ കുറിച്ച്. ഹാനോക്കിന് ശേഷം നോഹയെക്കുറിച്ച് വചനം എഴുതിയിട്ടുണ്ട്. നോഹ ദൈവത്തോട് കൂടെ നടന്നുവെന്ന്. അപ്പോൾ ആദാം ദൈവത്തോട് കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അതോടുകൂടെ നടപ്പ് അവസാനിച്ചു. പിന്നെ ആദാം ഒരിക്കലും ദൈവത്തോട് കൂടെ നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകത്തിലെ ആ 5-ാം അധ്യായത്തിലോട്ട് നോക്കുമ്പം, 5-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. 5-ാം അധ്യായത്തിൽ നമ്മൾ കാണാം ഓരോരുത്തരെക്കുറിച്ചും ആ വംശാവലി പറയുക. 5-ാം അധ്യായത്തിൽ അവിടെ പറയുകയാണ്, ഇന്നാര് ജനിച്ചു, ഇന്നാരെ ജനിപ്പിച്ചു, അത് കഴിഞ്ഞ് ഇത്ര വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു, മൊത്തം ആയുസ് ഇത്രയായിരുന്നു. ഇങ്ങനെ ഒരു മരണത്തിൻ്റെ പട്ടികയാണ്. സെമിട്രി ഓഫ് പാട്രിയാർക്ക് എന്നാണ് 5-ാം അധ്യായത്തെക്കുറിച്ച് പറയുന്നത്. ഒരു മരണക്കുറിപ്പാണ്, ഒരു ഡയറിയാണ്, മരണത്തിൻ്റെ ഒരു ഡയറിയാണ് 5-ാം അധ്യായം. എല്ലാവർക്കും നല്ല ആയുസ്സുമുണ്ട്. 969 വർഷം ജീവിച്ച മെഥൂശലേഹം. അതിൻ്റെ താഴോട്ട് നമ്മൾ അധ്യായത്തിലെല്ലാം നോക്കി എല്ലാവരും 800 900 വർഷം ജീവിച്ചവരാണ്. അപ്പോൾ എല്ലാവരെക്കുറിച്ചും ഇന്നാരെ ജനിപ്പിച്ചു, ഇത്ര വർഷം ജീവിച്ചു, മരിച്ചു, ഇത്രയായിരുന്നു മൊത്തം ആയുസ്. അടുത്തയാൾ ഇന്നാരെ ജനിപ്പിച്ചു, ഇത്ര നാൾ ജീവിച്ചു, മരിച്ചു. ഇങ്ങനെ ജനിച്ചു മരിച്ചു എന്ന് എഴുതി വന്നിട്ട് 21-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മരണമില്ല. മരണത്തെക്കുറിച്ച് പറയുന്നില്ല. ഹാനോക്കിൻ്റെ വിധി അവിടെ മാറ്റി എഴുതി. എന്താണ് ഹാനോക്കിൻ്റെ വിധിയെ മാറ്റി എഴുതിയത്? ആ മരണത്തെ മാറ്റി എഴുതിയത്. ആ സെന്റൻസിന് പരിശുദ്ധാത്മാവ് അവിടെ മാറ്റി എഴുതേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തോട് കൂടെ നടന്നു. അതുകൊണ്ടാണ്. വയസ്സുകൊണ്ട് നോക്കുമ്പോൾ 365 വർഷമാണ് ഹാനോക്ക് ജീവിച്ചത്. എന്നാൽ ആദാം ജീവിച്ചത് 930 സംവത്സരമായിരുന്നു എന്ന് 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഒരു കാൽക്കുലേറ്റർ എടുത്ത് വെച്ച് കണക്ക് കൂട്ടി നോക്കണം. അവരുടെയൊക്കെ കണക്കൊന്ന് ഞാനൊന്ന് കൂട്ടി നോക്കി. ഈ ആദാമും ഹാനോക്കും ഒരുമിച്ച് 308 വർഷം. ആദാം ജീവിച്ചിരിക്കുമ്പോൾ ഹാനോക്ക് ഉണ്ടായി, 7-ാം തലമുറ ഉണ്ടായി. ഈ ഹാനോക്ക് 308 വർഷം ആദാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹാനോക്കിനെ എടുക്കപ്പെടുന്നതിന് മുമ്പ് ആദാം മരിച്ചു. അപ്പോൾ ഈ ആദാമിൽ നിന്ന് ഹാനോക്ക് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ദൈവത്തോട് കൂടെ നടക്കുമ്പോഴത്തെ അവസ്ഥ എന്ന്. ആദാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പണ്ട് ഞാനും ഹവ്വയും ദൈവത്തിൻ്റെ കൂടെ നടന്നതായിരുന്നുവെന്ന്. ആ കഥ മുഴുവൻ ആദാമിൽ നിന്ന് ഹാനോക്ക് കേട്ടിട്ടുണ്ട്.
ആദാമിന് ശേഷം 7ാമത്തെ തലമുറയാണ് ഹാനോക്ക്. ദൈവത്തിൻ്റെ കൂടെ നടന്നു പരിചയമുള്ള ആദാം വീണ്ടും എനിക്ക് അങ്ങനെ നടക്കണമെന്നൊരു ചിന്തയോ വരികയോ നടക്കുകയോ ചെയ്തില്ല. അത് കഴിഞ്ഞുള്ള 6 തലമുറയും ചെയ്തില്ല. പക്ഷേ 7ാം തലമുറയിൽ വന്ന ഹാനോക്ക് തീരുമാനിച്ചു, എൻ്റെ അപ്പൻ ആദാമിൻ നടന്നതുപോലെ എനിക്കും എൻ്റെ ദൈവത്തോട് കൂടെ നടക്കണം. തീരുമാനിച്ചു. ആ തീരുമാനപ്രകാരം ഹാനോക്ക് നടന്നു. ഈ ഹാനോക്ക് നടക്കുന്നത് കണ്ട ഭാര്യയോ മക്കളോ ദൈവത്തോട് കൂടെ നടന്നോ? ഇല്ല. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ദൈവത്തോട് കൂടെയുള്ള നടപ്പ് വ്യക്തിപരമാണ്. ഈ ഭൂമിയിൽ ആരും ദൈവത്തോട് കൂടെ നടന്നില്ലെങ്കിലും, നമ്മുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ അപ്പനോ അമ്മയോ ആരും നടന്നില്ലെങ്കിലും നമുക്ക് നടക്കാൻ പറ്റും. ഹാനോക്ക് അതാണ് ജീവിച്ച് കാണിച്ചു തന്നത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. തൻ്റെ വിധി ഹാനോക്ക് മാറ്റി എഴുതി. ഹാനോക്ക് തീരുമാനിച്ചു, ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ നടക്കുമെന്ന്. അപ്പോൾ ഈ ഹാനോക്കിന് ശേഷം ഹാനോക്കിൻ്റെ കൊച്ചുമകനാണ് നോഹ. ഹാനോക്ക് ജീവിച്ചിരിക്കുമ്പോൾ നോഹ ജനിച്ചിട്ടുണ്ട്. ഹാനോക്കിൽ നിന്ന് നോഹ കേട്ട് കാണും. അതിനു മുമ്പുള്ള 2 തലമുറയും കേട്ട് കാണും. പക്ഷേ ആരും നടക്കുന്നത് കാണുകയും ചെയ്തു. പക്ഷേ അവരാരും നടക്കാൻ തീരുമാനിച്ചില്ല. പക്ഷേ നോഹ ഹാനോക്കിന് ശേഷം ആ ബാറ്റൺ കയ്യിലെടുത്തു. നോഹ ദൈവത്തോട് കൂടെ നടക്കുവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദം നോഹയുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ ഇടയായി. യോഹന്നാൻ 1:18 നാം കാണുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലല്ലോ. നമ്മളും കണ്ടിട്ടില്ല ദൈവത്തെ. ഹാനോക്കും ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷേ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചു. ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചു. തന്നെ അന്വേഷിക്കുന്നവർക്ക് ആ ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിച്ചു. തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം നോക്കുന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. വചനപ്രകാരം ബുദ്ധിമാൻ ആരാ? ഈ ലോകത്തിൻ്റെ ജ്ഞാനമുള്ളവരല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഹാനോക്ക് ദൈവത്തെ അന്വേഷിച്ചു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്താണെന്ന് ഈ ഹീബ്രൂസ് 11:6 നമ്മൾ വായിച്ചു. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. എന്ത് പ്രതിഫലമാണ് ദൈവം തരുന്നത്? ദൈവത്തെ അന്വേഷിച്ചാൽ ഏറ്റവും വലിയ വീട്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കാറ്, നല്ല ഒരു രോഗവും ഇല്ലാത്ത ശരീരം, ആരോഗ്യമുള്ള ശരീരം, ബാക്ക് ക്യാൻസർ പറയാത്ത മക്കൾ, ഇതൊക്കെയാണോ? ഒരിക്കലുമല്ല. ആ വാചകം പറയുന്നു, അവിടെ തന്നെ നമ്മൾ കാണുന്നു, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം എന്താ പ്രതിഫലം കൊടുക്കുക? ദൈവത്തെ കാണിച്ചു കൊടുക്കും. ദൈവത്തെയല്ലേ നമ്മൾ അന്വേഷിച്ചേ? അതിൻ്റെ പ്രതിഫലം എന്നാ? ദൈവം നമുക്ക് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി തരും. ആ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പാക്കേജിങ് വരും. എന്തുവാ? രക്ഷ, നിത്യജീവൻ, നമ്മുടെ കഠിനമായ ഹൃദയം മാറ്റി മാംസളമായ ഒരു ഹൃദയം, സകല ബുദ്ധിയും കവിയുന്ന സ്വർഗീയ സമാധാനം, ദൈവത്തോടൊപ്പം നിത്യതയിലുള്ള കൂടെയുള്ള വാസം, ഒരു പാക്കേജിങ് വരും. അതാണ് ദൈവം തരുന്ന പ്രതിഫലം. അത് ഹാനോക്ക് മനസ്സിലായി, ഹാനോക്കിന് മനസ്സിലായി. അതാണ് ഹാനോക്ക് വിശ്വസിച്ചത്. ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചു. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ഹാനോക്ക് വിശ്വസിച്ചു. അതാണ് ദൈവത്തിന് പ്രസാദമായത്. ആ വിശ്വാസത്തിലാണ്, ഹാനോക്കിൻ്റെ ആ നടപ്പിലാണ് ദൈവം പ്രസാദിച്ചത്. അതുകൊണ്ടാണ്, അതോടൊപ്പം തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഞാനൊരു കഥ വായിച്ചത് ഇങ്ങനെയാണ്. ഒരു സൺഡേ സ്കൂളിൽ ഹാനോക്കിനെ കുറിച്ച് പഠിച്ചിട്ട് ഒരു കൊച്ചു വീട്ടിൽ വന്ന് മമ്മിയോട് പറഞ്ഞു, മമ്മി ഇന്ന് ഞങ്ങൾ ഹാനോക്കിനെ കുറിച്ചാണ് സൺഡേ സ്കൂളിൽ പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പം മമ്മി ചോദിച്ചു, എന്തോ മോനെ പഠിച്ചേ? ആ മമ്മിക്കൊന്ന് പറഞ്ഞു തന്നേന്ന് പറഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, അവൾക്ക് മനസ്സിലായത് അവൾ ഇങ്ങനെയാണ് പറഞ്ഞു കേൾപ്പിച്ചേ, മമ്മി ദൈവം എല്ലാ ദിവസവും വന്ന് ഹാനോക്കിനെ വിളിക്കും, ബാ നമുക്കൊന്ന് നടക്കാൻ പോകാമെന്ന് പറയും. അപ്പോൾ ഹാനോക്ക് ദൈവം വിളിച്ചതല്ലേ എന്ന് ഓർത്തുകൊണ്ട് കൂടെ നടക്കാൻ പോയി. അങ്ങനെ എല്ലാ ദിവസവും ദൈവം വന്ന് വിളിക്കും, ഹാനോക്ക് നടക്കാൻ പോകും. വാതിൽ ഉറക്കും, ഗേറ്റ് കടന്ന് ചെല്ലും, ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പോകും. പല ദിവസവും അങ്ങനെ നടന്നു കഴിഞ്ഞപ്പം ഹാനോക്കിനത് ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഹാനോക്ക് ദൈവം വിളിക്കാൻ നോക്കി നിൽക്കുകയല്ല, വീടിൻ്റെ വാതിൽ തുറന്ന് ഗേറ്റ് കടന്ന് ഹാനോക്ക് ദൈവം വരുന്നത് നോക്കി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കി നിന്ന് ഇവരെല്ലാ ദിവസവും നടക്കാൻ പോകും. ഒരു ദിവസം നടക്കാൻ പോയപ്പം ദൈവം ഹാനോക്കിനോട് പറഞ്ഞു, ഇന്ന് എനിക്ക് ഒത്തിരി കാര്യം നിന്നോട് പറയാനുണ്ട്, നമ്മളൊരു നീണ്ട വാക്കിങ്ങിന് പോവാന്ന് പറഞ്ഞു. ഹാനോക്കും ദൈവവും കൂടെ ഇങ്ങനെ പറഞ്ഞ് നടക്കാൻ പോയി. നടന്ന് ഒത്തിരി വർത്തമാനം പറഞ്ഞു പോയി. സമയം പോയത് അറിഞ്ഞില്ല, ദൂരം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് ഹാനോക്ക് പറഞ്ഞു, ദൈവമേ ഞാൻ തിരിച്ചു പോട്ടെ, രാത്രിയാവുന്നു, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഇപ്പോൾ എന്നെ അന്വേഷിച്ച് തുടങ്ങിയേക്കാണ്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ദൈവം ഹാനോക്കിനോട് പറഞ്ഞു, ഹാനോക്കേ
നമ്മൾ ഇത്രയും ദൂരം അങ്ങ് പോകുന്നില്ലേ, എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താ, നിൻ്റെ വീട്ടിലോട്ട് പോകണമെങ്കിൽ ഇനി അങ്ങ് നടക്കണം, ഒത്തിരി ദൂരം തിരിച്ച് നടക്കണ്ടേ, നീ പോകണ്ട, ബാ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിൽ പോവാം എന്ന് പറഞ്ഞു. എന്നാൽ ആട്ടേന്ന് പറഞ്ഞ് ഹാനോക്ക് പോയി. അങ്ങനെ ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ അങ്ങ് പോയി. മമ്മി, ഹാനോക്കിനെ കാണാണ്ടായി, ദൈവം ഹാനോക്കിനെ എടുത്തു എന്ന് പറഞ്ഞു. അല്ലേ? അതാണ് ഏറ്റവും സിമ്പിൾ വേ ആ കാര്യം മനസ്സിലാക്കുന്ന ആ കൊച്ചു പറഞ്ഞ കാര്യമാണ്. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്ന് അവർക്ക് തമ്മിൽ പിരിയാൻ മേലാണ്ടായി. അവർ രണ്ടുപേരും കൂടി അങ്ങ് പോയി. ദൈവം അങ്ങ് ഹാനോക്കിനെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഒരു ദിവസം, ഒരു നിമിഷം ഈ ഭൂമിയിൽ ഹാനോക്ക് ഉണ്ടായിരുന്നു, അടുത്ത നിമിഷം അപ്പുറം ചെന്നു, ദൈവത്തിൻ്റെ വീട്ടിൽ ചെന്നു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ കഥയിലെ പോലെ, അല്ലെങ്കിൽ അതൊരു സ്റ്റോറിയാണ്, ലിറ്ററലി അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ ഹാനോക്ക് നടന്നു എന്നല്ല, പക്ഷേ അവരുടെ ഉള്ളുകൊണ്ട് അല്ലെങ്കിൽ ഹൃദയം കൊണ്ട്, വിശ്വാസം കൊണ്ട് അവർ തീർച്ചയായിട്ടും ഒരുമിച്ച് നടന്നു. അപ്പോൾ അങ്ങനെ രണ്ടു പേർക്ക് ഒരുമിച്ച്, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന്. ദൈവത്തോട് കൂടെ നടക്കുവാൻ നമുക്ക് കഴിയുമോ? കഴിയും. രണ്ടുപേരെ ഒരുമിച്ച് നടക്കാൻ എന്താണ് വേണ്ടത്? ദൈവത്തോട് കൂടെ നടക്കാൻ നമുക്ക് എന്താണ് വേണ്ടത്? ആമോസ് 3:3 നാം എന്താ വായിക്കുന്നത്? രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ കഴിയുമോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ടുപേര് തമ്മിൽ ഒക്കണം. അതല്ലേ നമ്മുടെ കുടുംബജീവിതത്തിലും ഭാര്യയും ഭർത്താവും ഒത്തിട്ടാണെങ്കിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കാം. ഒത്തിട്ടല്ലെങ്കിലോ അവിടെ എന്നും അടിയായിരിക്കും. കുടുംബജീവിതത്തിൻ്റെ രഹസ്യം അതാ. അത് ഈ ഒരുമിച്ച് നടക്കുന്നതിൻ്റെ, ദൈവവും ഹാനോക്കും തമ്മിൽ ഒരുമിച്ച് നടന്നു, അവർക്ക് തമ്മിൽ അവരുടെ ഹൃദയം ഒന്നായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം പാസ്റ്റർ എന്നെ ആ കാര്യം ഓർപ്പിച്ചു. ഞാൻ നഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് എന്നും ആദ്യത്തെ തവണ എന്നെ മംഗലാപുരത്താണ് ഞാൻ BSc നഴ്സിങ്ങിന് പഠിച്ചത്. അപ്പോൾ ആദ്യത്തെ തവണ എന്നെ കൊണ്ടുവിടാനായിട്ട് പപ്പ എറണാകുളത്തുനിന്ന് വേറെ രണ്ട് കുട്ടികളും അവിടെ അഡ്മിഷൻ കിട്ടിയവരുണ്ടെന്ന് അറിഞ്ഞ് അതിലൊരു കൊച്ചിൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടുയാക്കി. ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് ട്രെയിനിന് പോയി. ആ പോയ പോക്കിൽ ഭയങ്കര പൂവാലശല്യം ഉണ്ടായി. അന്നത്തെ കാലമാണ് ഞാൻ പറയുന്നത്, 1990 കാര്യമാണ്. അപ്പം ഞാനത് കരഞ്ഞ് വിളിച്ച് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, ഓക്കെ ഇനി തന്നെ വിടിയല്ല, പപ്പ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ആയിരുന്നു 5 വർഷവും. ഓരോ സെമസ്റ്ററും കഴിയുമ്പം പപ്പ എന്നെ അവിടെ വന്ന് വീട്ടിൽ കൊണ്ടുവരും, തിരിച്ച് അവധി കഴിയുമ്പം കൊണ്ടുപോയി ആക്കും. പിന്നെ എല്ലാ ഒന്നരാടൻ മാസവും, എല്ലാ ഒന്നരാടൻ മാസം ആദ്യത്തെ സൺഡേ പപ്പ എന്നെ കാണാൻ വരും, മുടങ്ങാതെ വരും. അപ്പോൾ ഹോസ്റ്റലിൽ എല്ലാവർക്കും അറിയാം, രണ്ടാമത്തെ എല്ലാ ഒന്നരാടൻ മാസം ആദ്യത്തെ സൺഡേ ആദ്യം വരുന്നത് ഹോസ്റ്റലിൽ വിസിറ്റേഴ്സ് റൂമിൽ ആദ്യം വരുന്നത് പപ്പായ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. ഞങ്ങൾ ഹോസ്റ്റലിൽ ഞാൻ അവധിക്ക് കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ ശല്യപ്പെടുത്തിയത് ഒരു പോലീസുകാരനാണ്. അപ്പോൾ ആ പോലീസുകാരന് ഞങ്ങൾ ആദ്യത്തെ തവണ പിന്നെ പപ്പ കൊണ്ടുവിടാമെന്നും പറഞ്ഞ് ഞങ്ങൾ ട്രെയിനിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പം പപ്പയ്ക്കുള്ളിലൊരു സംശയം, ഈ പോലീസുകാരൻ ശല്യപ്പെടുത്തുമോ എന്ന്. അപ്പോൾ പപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴി അന്നത്തെ ആ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിരിക്കുന്നവരുടെ ലിസ്റ്റ് പൊക്കിയെടുത്തപ്പം എൻ്റെ പേരുമുണ്ട്, പപ്പയുടെ പേരുമുണ്ട്, ആ പോലീസുകാരൻ്റെ പേരുമുണ്ട്. അയാൾ ആ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ക്യാൻസൽ ചെയ്തു, ഞങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരിക്കലും ഞങ്ങൾ ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് എടുത്ത് ട്രെയിനിന് പോയിട്ടില്ല. പെമ്മക്കളുള്ള കാരണന്മാരുടെ ഓരോ തലവേദനകൾ ഞാൻ ഓർക്കുക. എനിക്ക് പെമ്മക്കളില്ലാത്തതിനായി സ്തോത്രം. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഭർത്താക്കന്മാർ മനസ്സിലാക്കണം, ഈ പെൺപിള്ളേരെ എത്ര കഷ്ടപ്പെട്ട് കാരണന്മാർ വളർത്തി വലുതാക്കി കെട്ടിച്ച് കൈ തരുന്നതാണെന്നും കൂടെ ഓർക്കണം. ഞാൻ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിനോട് അത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അറക്കുളത്താണ് താമസിക്കുന്നത്. അവിടുന്ന് കോഴിക്കോട് ഫാസ്റ്റിന് കയറും. ഈ പൂവാലശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന റൂട്ടാണ്. ഈ ഫാസ്റ്റ് പാസഞ്ചറെ കയറും, 5-6 മണിക്കൂർ അതിലിരിക്കണം. കോഴിക്കോട് എന്നിറങ്ങും. കോഴിക്കോട് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഈ ട്രെയിനിൻ്റെ സമയം വരുന്നത് വരെ കാത്തിരിക്കാൻ എന്നെയും കൊണ്ട് രാത്രിയിലിരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റലിൽ ചെല്ലേണ്ടത്. അപ്പോൾ പപ്പ എന്ത് ചെയ്യും, ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്ക് കയറും. തിയേറ്ററാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം. ടിക്കറ്റ് എടുക്കും, സെക്കൻഡ് ഷോയ്ക്ക് കയറും, ഏറ്റവും ബാക്കിലിരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ആദ്യത്തെ ഇൻ്റർവെല്ലിൻ്റെ ടൈം ആകുമ്പോൾ ട്രെയിൻ വരുന്ന സമയമാണ്. അപ്പോൾ അതുവരെ അവിടെ ഇരിക്കുമ്പോഴും ഞങ്ങൾ സിനിമയൊന്നും കാണുമല്ല, വർത്തമാനമാണ്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാണ്, ഭയങ്കര അറ്റാച്ച്ഡാണ്. ഈ 6 മണിക്കൂർ കോഴിക്കോട് ഫസ്റ്റ് പാസഞ്ചറിൽ ഇരുന്നാലും പറഞ്ഞാൽ തീരെയില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ തിയേറ്ററിൽ ഏറ്റവും ബാക്കിലിരുന്ന് കുശോ എന്ന് വർത്താനം പറയും. അത് കഴിഞ്ഞ് ഈ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഞങ്ങൾ വെളിയിലിറങ്ങും, ഒരു തട്ടുകടയിൽ നിന്ന് ബ്രെഡും ഓംലെറ്റും കഴിക്കും. എന്നിട്ട്
ടിക്കറ്റും എടുത്ത് ട്രെയിനിൽ കയറും. ട്രെയിനിൽ ബെർത്തും ഇല്ല, ഒന്നുമില്ല, നമ്മളിരിക്കുവാണല്ലോ, അന്നേരം എടുത്ത ടിക്കറ്റാണല്ലോ. എവിടെയെങ്കിലും ഒരു സൈഡിൽ കുത്തി എങ്ങനെയെങ്കിലും സീറ്റ് സംഘടിപ്പിച്ചിരിക്കും, അവിടെ ഇരുന്ന് വർത്തമാനം തന്നെ വർത്തമാനം. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ചെന്ന് മംഗലാപുരത്ത് ഇറങ്ങും. ഒരു ഹോട്ടലിൽ പപ്പ റൂം എടുക്കും, ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷാകും, പപ്പായുടെ സാധനം അവിടെ വെക്കും, എൻ്റെ സാധനമായിട്ട് എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് പപ്പ ബസ് കയറ്റി വിടാനായിട്ട് ഞാനും തിരിച്ച് ബസ് സ്റ്റോപ്പിൽ വരും. അപ്പം ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് അവിടെ വന്നിരുന്ന് വർത്താനം പറയും. അത് കഴിഞ്ഞ് ബസ് വന്നു കഴിയുമ്പം പപ്പ പറയും, ട്രെയിൻ പോകാൻ സമയമായിട്ടില്ല, എനിക്കിനി സമയമുണ്ട്, ഈ ബസ് പോട്ടെ, അടുത്ത ബസ്സിന് ഞാൻ പൊക്കോളാം എന്ന് പറയും. ഞങ്ങളവിടെ ഇരുന്ന് വർത്താനം പറയും. അടുത്ത ബസ് വരും. അപ്പം ഞാൻ പറയും, പപ്പ ഇനി പൊക്കോ. അതിനും പറയും, ഇല്ല, ഒരു ബസ്സും കൂടെ പോട്ടെ, ഈ ബസ്സും കൂടെ പോയിട്ട് അടുത്ത ബസ് വരുമ്പം പോകാം. ഇങ്ങനെ ഇരിക്കും. അവസാനം അത് കഴിഞ്ഞ് പപ്പ അവസാനം ഏതെങ്കിലും ഒരു അവസാനം ട്രെയിൻ പോകും, ഇനി റൂം ചെന്ന് വെക്കേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ പോകും എന്നുള്ള അവസ്ഥയാകുമ്പോൾ ബസ്സിൽ കയറും. അപ്പോൾ ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുമ്പം ഞാനും അവിടെ നിൽക്കും. ബസ് വിടാറാകുമ്പോൾ അത് ഞങ്ങളുടെ ഈ വലിയ കോളേജ് ഓഫ് നഴ്സിംഗ്, അവിടെ ഹോമിയോപ്പതി ഉണ്ട്, BSc നഴ്സിംഗ് ഉണ്ട്, ജനറൽ നഴ്സിംഗ് ഉണ്ട്, 1000 ബെഡഡ് ഹോസ്പിറ്റലാണ്, ലെപ്രസി വാർഡുണ്ട്. ഒത്തിരി വലിയൊരു പ്രസ്ഥാനമായതുകൊണ്ട് ബസ് ഒത്തിരി നേരം അവിടെ നിർത്തിയിട്ടിട്ടാണ് പോവുക. അപ്പോൾ പപ്പ കയറിയിരിക്കും, ബസ് വിടാറാകുമ്പോൾ ഇറങ്ങി ഇങ്ങ് പോരും. പിന്നെ ഇങ്ങ് വന്ന് ബസ് അവിടെ ഇറങ്ങിയിരുന്ന് പിന്നെ എന്നോട് വർത്താനം പറയും. അപ്പോൾ പിന്നെ ആയപ്പോൾ ഞാൻ എന്നെ കാണിക്കും. പപ്പ ബസ്സിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ ഞാനപ്പോൾ ഒരു ട്രിക്ക് കാണിച്ചു, പപ്പ ഞാൻ പോവുകയാണേ, ബസ്സിൽ പൊക്കോണം, ഇറങ്ങി വന്നേക്കരുത്, ഞാൻ ഹോസ്റ്റലിൽ പോയി, ബസ് വിടുന്നവരെ നിൽക്കുന്നില്ലെന്നും പറഞ്ഞ് ഞാൻ ഹോസ്റ്റലിൻ്റെ വാതിലിലോട്ട് നടക്കും. എനിക്ക് അവിടെ നിന്നാൽ കാണാം. ഹോസ്റ്റലിൻ്റെ റൂമിൻ്റെ ഗേറ്റിനകത്തോട്ട് കയറിയിട്ട് ഞാൻ പമ്മി നിന്ന് നോക്കും ആ ബസ്സിൽ പോയോ എന്ന്. അപ്പോൾ നോക്കുമ്പോൾ ആ ബസ് വിടാറാകുമ്പം ഇറങ്ങി അവിടെ നിന്നിട്ട് ഞാൻ പോയോ എന്ന് നോക്കുക. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ സ്ഥിരം ഇപ്പോഴത്തെയും പരിപാടി. അപ്പോൾ ഈ ഹാനോക്കിൻ്റെ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി ഹാനോക്കും ദൈവവും കൂടെ എങ്ങനെയാണ് നടന്നതെന്ന്. ഇവർക്ക് പറഞ്ഞാലും തീരിയല്ല, ഒരുമിച്ചിരുന്നാലും തീരിയല്ല, മിണ്ടിയാലും തീരത്തില്ല. എനിക്ക് ലിറ്ററലി മനസ്സിലായി. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാനും പപ്പായും കൂടെ നടക്കുന്ന പോലെ തന്നെയാണ് അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് നടന്നത്. അപ്പോൾ എനിക്കും നടക്കാൻ പറ്റും, കാരണം എനിക്ക് നടന്ന് പരിചയമുണ്ട്, വർത്തമാനം പറഞ്ഞ് പരിചയമുണ്ട് എന്ന് ഞാൻ ദൈവത്തോട് ഞാൻ തന്നെ ആത്മഗതം ചെയ്ത് പറയുവാനിടയായി. അപ്പോൾ ഇതുപോലെയുള്ളൊരു നടപ്പ്. അപ്പോൾ ഒരുമിച്ച് നടക്കണമെങ്കിൽ രണ്ടുപേർക്ക് എന്ത് വേണം? ആമോസ് പറയുന്നത് പോലെ ഒക്കണം, രണ്ടുപേരും തമ്മിൽ ഒക്കണം. ഒത്തിട്ടല്ലാതെ രണ്ടുപേർക്ക് ഒരുമിച്ച് നടപ്പാൻ പറ്റത്തില്ല. അതിന് 3 കാര്യങ്ങളുണ്ട് ഒരുമിച്ച് നടക്കുന്നതിന്. ഒരേ ഡയറക്ഷനിൽ നടക്കണം. ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ മറ്റേയാൾ ഓപ്പോസിറ്റ് സൈഡിൽ പോയാൽ ഒരുമിച്ച് നടക്കുന്ന, ഒത്തിട്ടാ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ നടക്കണം. ദൈവം ഏത് വഴിക്ക് നമ്മൾ പോകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, അതേ റൂട്ടിൽ തന്നെ നമ്മൾ പോകണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരേ സ്പീഡിൽ നടക്കണം. ഒരാൾ മുമ്പേ പോയി ഒരാൾ പുറകെ, ഒരാൾ നല്ല സ്പീഡിൽ വെച്ച് കീച്ച് വിടുന്നു, മറ്റേ ആൾ പുറകെ ആടിത്തൂങ്ങിപ്പോകുന്നു. അതിനൊരുമിച്ച് നടക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും ഒരേ സ്പീഡിൽ ഒരേ പേസിൽ നടക്കണം, എന്നാലേ നമുക്ക് ഒരുമിച്ച് നടക്കുകയാണെന്ന് പറയാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം, എൻജോയ് ചെയ്ത് നടക്കണം. ഞാനും പപ്പായും കൂടെ ഇരുന്നാൽ പോകുന്നത്, യാത്രയും ഈ മാറിക്കയറുന്നതും അതൊന്നും നമുക്കൊരു ബോറിംഗ് അല്ല, ഭയങ്കര എൻജോയ് ചെയ്താണ് പോകുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ മണിക്കൂറും നമ്മൾ പ്രാർത്ഥിക്കുന്നതും വചനം വായിക്കുന്നതും ദൈവവചനം കേൾക്കുന്നതും ദൈവത്തോട് സംസാരിക്കുന്നതും എല്ലാം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യണം. ആ ഫെലോഷിപ്പ്, ആ കൂട്ടായ്മ. ദൈവം മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോട് കൂടെ ഇരിക്കാൻ, ദൈവത്തോട് കൂടെ നടക്കാൻ, ഒരു കൂട്ടായ്മയ്ക്കാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുതന്നെയാണ് ദൈവം ഇന്നും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇത്രയും വർഷങ്ങൾ സൃഷ്ടിപ്പിന് ശേഷമായെങ്കിലും ഇപ്പോഴും ദൈവം അത് തന്നെ ആഗ്രഹിക്കുന്നത്, ദൈവത്തോട് കൂടെ നടക്കാൻ. നമ്മളുമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ആ ഫെലോഷിപ്പ് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യണം. എങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ല വിഷയം, എത്ര ദൂരം നടന്നു എന്നുള്ളതല്ല വിഷയം, നമ്മൾ മറ്റേയാളുടെ കമ്പനി എത്ര എൻജോയ് ചെയ്തു എന്നുള്ളതാണ് വിഷയം. അങ്ങനെ നടക്കുമ്പോഴാണ് ഒത്തിട്ട് നടക്കുക, ഒരുമിച്ച് നടക്കുക എന്ന് പറയുന്നത്, ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, നമ്മുടെ നടപ്പ് അങ്ങനെയാണോ? ദൈവം വിചാരിക്കുന്ന ഡയറക്ഷനിലാണോ നമ്മൾ പോകുന്നത്? ദൈവം നടക്കുന്ന അതേ റൂട്ടിലാണോ, അതേ വഴിക്കാണോ, ഡയറക്ഷനിലാണോ നമ്മൾ നടക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ അതേ സ്പീഡിലാണോ നടക്കുന്നത്? ദൈവം നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ ധൃതിയായിട്ട് ചാടിക്കയറി കാര്യം ചെയ്യുവാണോ, അതെയോ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ദൈവത്തിന് ആഗ്രഹിക്കുന്ന ആ സ്പീഡിലാണോ നമ്മൾ ചെയ്യുന്നത്? അതെയോ നമ്മൾ കുറുക്കു വഴിക്ക് പോകാറുണ്ടോ? ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഫെലോഷിപ്പ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? അതെയോ നമ്മൾ വാച്ച് നോക്കിയാണോ, ഓക്കെ ഇന്ന് അരമണിക്കൂർ പ്രാർത്ഥിക്കാം, ഒരു വാക്യം ഇന്ന് വായിക്കാം, അങ്ങനെയാണോ? അതെയോ എത്ര പ്രാർത്ഥിച്ചാലും മതിയാകില്ല, എത്ര വായിച്ചാലും മതിയാകില്ല, എത്ര ധ്യാനിച്ചാലും മതിയാകില്ല, എത്ര കൂട്ടായ്മ കൂടിയാലും മതിയാകില്ല എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ ആ ഫെലോഷിപ്പ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? അതാണെന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം.
അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ചൈൽഡ് ലൈക്ക് ഫെയ്ത്താണ്. ഒരപ്പനും അമ്മയെ എവിടെ പോയാലും ആ കൂടെ പോകാൻ ഒരു കുഞ്ഞിന് മടിയില്ല. പേടിയുള്ള സ്ഥാനത്ത് പപ്പ കൂടെ വരാം, അല്ലെ മമ്മി കൂടെ വരാമെന്ന് പറഞ്ഞാൽ എവിടെയും അവർ കയ്യെ പിടിച്ച് വരും. ആ രീതിയിലുള്ള ഒരു ഫെയ്ത്താണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എ ചൈൽഡ് ലൈക്ക് ഫെയ്ത്ത്. നമ്മളെല്ലാം മറന്നിട്ട്, എല്ലാം നമ്മളിന്ന് പാടിയതുപോലെ ദൈവത്തിൽ ആശ്രയിപ്പാൻ, എല്ലാം മറന്ന് ദൈവത്തിൽ ആശ്രയിപ്പാൻ, ദൈവത്തോട് കൂടെ നടക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ഹാനോക്കിൽ പ്രസാദിച്ച ദൈവം നമ്മളിലും പ്രസാദിക്കാനിടയാകും. നമ്മുടെ നടപ്പിൽ പ്രസാദിക്കും, നമ്മുടെ വിശ്വാസത്തിൽ പ്രസാദിക്കും. നമ്മൾ ദൈവത്തിൻ്റെ ഫെലോഷിപ്പ് എന്നും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഹാനോക്ക് 300 വർഷം 65 വയസ്സിൽ തുടങ്ങിയ ആ ഫെലോഷിപ്പ്, ദൈവവുമായത്തോട് കൂടെ നടക്കുന്നത് മുടങ്ങാതെ 300 വർഷവും കൊണ്ട് നടക്കുവാൻ ഹാനോക്കിന് കഴിഞ്ഞു. ഒരവിശ്വാസിക്ക് അത് പറ്റത്തില്ല. കാരണം ദൈവം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചത് സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. പക്ഷേ എല്ലാവരുടെയും കൂടെ നടക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. കാരണം ഹീ ഈസ് ഹോളി. ദൈവം വിശുദ്ധനായതുകൊണ്ട്. അപ്പം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, നമ്മളെ കർത്താവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, രക്ഷയാണ് ഏറ്റവും ആദ്യത്തെ പടി ദൈവത്തോട് കൂടെ നടക്കുന്നതിൻ്റെ. കാരണം നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് നാം ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി തീരുകയാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ലിവ് എ ഹോളി ലൈഫ്. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ ആ പരിശുദ്ധൻ നമ്മുടെ കൂടെ നടക്കണമെങ്കിൽ നാമും ദൈവത്തെ പോലെ പരിശുദ്ധിയോടെ ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരത്തില്ലെന്നല്ല, തീർച്ചയായിട്ടും വരും, വീഴ്ചകൾ വരും. പക്ഷേ വീഴുമ്പോഴെല്ലാം നാം ദൈവത്തോട് കൂടെയാണ് നടക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. എനിക്കെൻ്റെ പപ്പായുടെ അല്ലെ മമ്മിയുടെ മുഖം ഒന്ന് മാറിയാൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖം ഒന്ന് മാറിയാൽ എനിക്ക് കറക്റ്റ് കാര്യം അറിയാം. ഇഷ്ടപ്പെട്ടില്ല, അല്ല എന്തുകൊണ്ടാണ് ആ മുഖഭാവം മാറിയത്, എന്തുവാണ് അവരുടെ ഉള്ളിൽ കൂടെ പോകുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടറിയാം. ആരെങ്കിലും എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് അത് ഭർത്താവിനോടും കൂടെ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ഭർത്താവ് പറയാൻ പോകുന്ന മറുപടി എന്താണെന്ന് ആ കാര്യത്തിൽ. കാരണം അത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് നടന്ന് നമ്മുടെ വിവാഹശേഷം നമ്മൾ നടന്ന് അല്ലെ നമ്മുടെ അപ്പനോടും അമ്മയോടും കൂടെ നമ്മൾ ജീവിച്ച് നമുക്ക് അവരുടെ എല്ലാ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നന്നായി അറിയാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ മുഖമൊന്ന് മാറിയാൽ, ദൈവത്തിന് എന്തെങ്കിലും നമ്മൾ ചെയ്ത, പറഞ്ഞ, ചിന്തിച്ച ഒരു കാര്യം അനിഷ്ടമായാൽ അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമുക്കറിയാമോ? ദൈവത്തിൻ്റെ അനിഷ്ടങ്ങൾ നമുക്കറിയാമോ? ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ നമ്മളെക്കുറിച്ചുള്ളത് നമുക്കറിയാമോ? നാം ദൈവത്തിൻ്റെ കൂടെയാണോ നടക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ളൊരു മാർഗമാത്. അതൊക്കെ നമുക്കറിയാമെങ്കിൽ, ദൈവത്തിൻ്റെ മനസ്സൊന്ന് വേദനിച്ചാൽ, മുഖമൊന്ന് മങ്ങിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് നന്നായി അറിയാമെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാമെങ്കിൽ നാം ദൈവത്തിൻ്റെ കൂടെയാണ് നടക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം. ആ കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. നമുക്കതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ, രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ലഭിക്കുക. ഇപ്പം എനിക്ക് ഇരട്ട പൗരത്വമുണ്ട്, എനിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പൗരത്വമുണ്ട്, 2ാം പൗരത്വമുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭൂമിയിലെ പൗരത്വം കൂടാതെ നമുക്കൊരു പൗരത്വം കൂടെ ലഭിക്കുകയാണ്, സ്വർഗത്തിലെ പൗരത്വം. ഒരു ബ്രിട്ടീഷ് പൗരനെന്ന്, ഞാൻ ICUവിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്കറിയാം, ഒരു ബ്രിട്ടീഷ് പൗരൻ ഏതെങ്കിലും വേറൊരു രാജ്യത്ത് പോയി സിക്കായാൽ, ICUവിൽ അഡ്മിറ്റ് ആയാൽ, ഒരു അപകടം നടന്നാൽ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇടപെടും. ഞങ്ങൾക്ക് ICUവിൽ ഒരു റീപാട്രിയേഷൻ ടീമുണ്ട്. ഒരു ബ്രിട്ടീഷ് പൗരൻ വേറൊരു രാജ്യത്ത് പോയി അവിടെ ഒരു ഹോസ്പിറ്റലിൽ ICUവിൽ അഡ്മിറ്റ് ആണെന്ന് ഇവിടെ ഹോം ഓഫീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്ക് ICUവിൽ നോട്ടിഫിക്കേഷൻ വരും. റീപാട്രിയേഷൻ ടീം പോയി ഇന്ന രാജ്യത്ത് ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ആളെ, അഡ്മിറ്റ് ആയിരിക്കുന്ന ആളെ ഇവിടെ കൊണ്ടുവരാൻ പറയും. അപ്പോൾ റീപാട്രിയേഷൻ ടീം പോകും, സകല ഒരുക്കത്തോടെ വെന്റിലേറ്റർ മരുന്നുകളെല്ലാമായിട്ട് പോയി അവിടെ ചെന്ന് ആ പേഷ്യൻറ്റിനെ ഹാൻഡ് ഓവർ എടുത്ത് സ്റ്റേബിളാക്കി വിമാനത്തിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഈ ഗവൺമെൻറ് ചികിത്സിക്കും. അവർക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റിൽ അത്ര വിശ്വാസം പോരാ. കോവിഡ് സമയത്ത് മോഡി അത് ചെയ്തില്ലേ? വിമാനം അയച്ച് മറ്റ് രാജ്യങ്ങളിലായിരുന്ന ഇന്ത്യൻ പൗരന്മാരെ വിമാനത്തിന് തിരിച്ച് മടക്കി ഇവിടെ കൊണ്ടുവന്നു അല്ലേ? അങ്ങനെയെങ്കിൽ
അതാണ് ഹാനോക്കിനെ കുറിച്ചും ദൈവം ചെയ്തത്. ഈ ഭൂമിയിൽ പ്രളയം വരുന്നതിന് മുൻപ് ഹാനോക്കിനെ ദൈവത്തിൻ്റെ പൗരത്വം, സ്വർഗത്തിലെ പൗരനായിരുന്നു ഹാനോക്ക്. ഇവിടുന്ന് നേരെ റീപാട്രിയേറ്റ് ചെയ്ത് അങ്ങോട്ടിരുത്തി. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ദൈവത്തിൽ കൂടെ നടന്നാൽ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലുണ്ടെങ്കിൽ നമ്മളെ ദൈവം പൊക്കിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും. ഹാനോക്ക് ആർക്ക് നിഴലാണ്? കർത്താവിൻ്റെ മണവാട്ടി സഭയ്ക്ക് നിഴലാണ്. ഹാനോക്കിനെ പ്രളയത്തിന് മുൻപ് ദൈവം എടുത്തെങ്കിൽ മഹോപദ്രവ കാലത്തിന് മുൻപ് സ്വന്തം മണവാട്ടിയായ സഭയെ കർത്താവ് ചേർക്കും, കർത്താവ് എടുക്കും. ഹാനോക്ക് ഈ മണവാട്ടി സഭയ്ക്ക് നിഴലായി നിൽക്കുകയാണ്. ഒരു അവിശ്വാസി ഈ ലോകപ്രകാരം ജീവിക്കുമ്പോൾ വിശ്വാസികളായ നാം ആത്മാവിൻ്റെ ഗൈഡൻസിൽ, ദൈവത്തിൻ്റെ ഗൈഡൻസിൽ ജീവിക്കണം. ആത്മാവിൻ്റെ ശക്തിയോടെ ജീവിക്കണം. ഓരോ സാഹചര്യത്തിലും എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് ദൈവം നമ്മളോട് പറയും. ദൈവത്തോട് കൂടെ നടക്കുന്നവനോട് പറയും. ദൈവം ഏത് സമയത്തും നമുക്ക് ഹെൽപ്പ് ഇറക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്, ദൈവമേ ഞാൻ തന്നെ നാട്ടിൽ പോവുകയാണ്, എന്നെ കാത്തോളണേ. എന്നും എന്തെങ്കിലും പ്രശ്നം വരുന്ന വഴിക്കുണ്ടാകും. എത്ര ലാംഗ്വേജ് അറിയാമെന്ന് പറഞ്ഞിട്ടും പാസ്പോർട്ട് ഉണ്ടെന്നും ടിക്കറ്റ് ഉണ്ടെന്നും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത്തവണ ഞാൻ വന്നത് എയർ ഇന്ത്യയ്ക്കാണ്. അവിടെ നിന്ന് കയറിയപ്പോൾ തന്നെ 1 hour എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ലേറ്റ്. എനിക്കാകെ ഡൽഹിയിൽ ഗ്യാപ്പുള്ളത് 2 മണിക്കൂർ. അപ്പോഴേ ഞാൻ വിളിച്ചു, ദൈവമേ 1 മണിക്കൂർ ഈ ഫ്ലൈറ്റ് ലേറ്റാണ്. അപ്പോൾ എൻ്റെ ഗ്യാപ്പ് ഡൽഹിയിലുള്ളത് 2 മണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറായിട്ട് കുറഞ്ഞു. എന്നെ കാത്തോണേ. ഞാൻ പറഞ്ഞു ദൈവത്തോട്, തന്നെയാണ് വരുന്നത്. ഡൽഹി വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇമിഗ്രേഷൻ ഡൽഹിയിലാണ്. എൻ്റെ ലഗേജ് ഞാൻ കളക്ട് ചെയ്യണം കാത്തുനിന്ന്. എന്നിട്ട് ആ ലഗേജ് ഞാൻ വീണ്ടും അടുത്ത കൗണ്ടറിൽ പോയി അത് ചെക്ക് ഇൻ ചെയ്ത് ലഗേജ് വിടണം. പിന്നെ എൻ്റെ സെക്യൂരിറ്റി ചെക്ക്, പിന്നെ ഗേറ്റ് കണ്ടുപിടിച്ച് അടുത്ത ഫ്ലൈറ്റിൽ ചെന്ന് ക്യൂ നിന്ന് ബോർഡിങ്ങും ചെയ്ത് കയറണം. എല്ലാത്തിനും കൂടെ ഇനി 1 മണിക്കൂർ താഴെ സമയം. ഞാൻ അവിടെ ഇറങ്ങി നിന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ഓർത്തു. അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എയർ ഇന്ത്യ കൊച്ചി ഫ്ലൈറ്റ് എന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ ഫ്ലൈറ്റിൽ കയറാനുള്ള. ഞാൻ ഓർത്തു ഫ്ലൈറ്റിലെ ആ സീറ്റ് എന്നെ ഒരു യാത്രക്കാരിയെ കാണാഞ്ഞിട്ട് അന്വേഷിച്ച് വന്നാന്ന് ഓർത്തു. അപ്പോൾ ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം, ഇയാളുടെ ടാഗും കാര്യങ്ങളൊന്നുമില്ല, ഹിന്ദിയും എന്നോട് പറയുന്നത്. ഡൽഹി അല്ലേ, എനിക്ക് പേടിയായിട്ട് ഞാൻ ചോദിച്ചു പൈസയ്ക്കാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു അതെ, ഇഷ്ടമുള്ളത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ഹിന്ദിക്കാരൻ എന്നെ കൊണ്ട് എവിടെ കൊണ്ട് വലയ്ക്കും, ഇയാൾ എന്നെ എവിടെ കൊണ്ടേയാക്കും എന്നോർത്ത് ഞാൻ പറഞ്ഞു വേണ്ട നഹി ചാഹിയെ, ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞു. കാരണം ഫ്ലൈറ്റിൽ അനൗൺസ് ചെയ്തായിരുന്നു ഇത്ര നമ്പർ ബെൽറ്റിലാണ് നിങ്ങളുടെ ലഗേജ് വരിക, ഇത്ര നമ്പർ ഗേറ്റിലാണ് അടുത്ത എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് കൊച്ചിക്കുള്ളതെന്ന് അനൗൺസ് ചെയ്തു. അപ്പോൾ എനിക്കൊരു ഊഹമുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ പോയി ഇമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടെർമിനൽ അറിയത്തില്ല, ഈ ടെർമിനലിൽ നിന്ന് തന്നെയാണോ അടുത്ത ഫ്ലൈറ്റ് പോകുന്നതെന്ന് അറിയത്തില്ല. ടെർമിനൽ 3 ആണെന്നറിയാം. ഞാൻ എൻ്റെ ബോർഡിംഗ് പാസേ നോക്കിയിട്ട് ടെർമിനൽ 3 എന്നാണ് പറയുന്നത്. എയർ ഇന്ത്യയുടെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല, അവർ ചിലപ്പോൾ വേറെ ടെർമിനലിൽ നിന്ന് ഫ്ലൈറ്റ് വിടുകയും ചെയ്യും. അപ്പം ഞാനിങ്ങനെ ദൈവമേ എന്നെ സഹായിക്കണേ, കൂടെ വരണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ വേറൊരു മനുഷ്യൻ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നു എനിവൺ ഫോർ എയർ ഇന്ത്യ കൊച്ചി ഫ്ലൈറ്റ് എന്ന് ചോദിക്കുമ്പം അപ്പം ഞാൻ കൈവക്കി. അപ്പോൾ ഇയാൾ പറഞ്ഞു ബോർഡിങ് തുടങ്ങി, വേഗം ഒന്ന് വാ. ഹിന്ദിയിലാണ് പറയുന്നതെങ്കിൽ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അയാൾ തന്നെ വേഗം എൻ്റെ ലഗേജ് എടുത്തു, ലഗേജ് വിട്ടു, എൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ്. പിന്നെ ഈ 46-ാം ഗേറ്റിൽ നിന്ന് ഞാൻ വരേണ്ട ഒരുപാട് ദൂരെയായിരുന്നു. ഞാൻ ഒരു കാരണവശാലും അത് കണ്ടുപിടിക്കില്ലായിരുന്നു. എന്നെ ലിഫ്റ്റേ കയറ്റി വേറെ എങ്ങാണ്ടൊക്കെ കൊണ്ടുപോയി, ഇതിലൂടെയും കണ്ടല്ലോ ഓടിച്ച് അവസാനം കൊണ്ടുപോയി ഈ ബോർഡിങ്ങിൻ്റെ ക്യൂയെ നിർത്തി. 3 പേരും കൂടെ ബോർഡ് ചെയ്ത വിമാനം പൊങ്ങിയേനെ. ഞാൻ 4ാമത്തെ ആളായിട്ട് ലാസ്റ്റ് ആളായിട്ട് ബോർഡ് ചെയ്തു. കയറി 5 മിനിറ്റ് കൊണ്ട് ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങി. ഞാൻ അവിടെ ഇരുന്ന് ഓർത്തു. അപ്പോൾ ഈ 2ാമത്തെ മനുഷ്യനും മറ്റേ ആളെ പോലെ തന്നെ പൈസയ്ക്ക് വന്നതായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. ആദ്യത്തെ ആളെ മനസ്സിലായപ്പോൾ ഞാൻ നോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തീരുമാനിച്ചു ഇനി ഇയാൾ പോർട്ടറാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഇയാളെ പറഞ്ഞു വിട്ടെങ്കിലോ എന്നോർത്ത് ദൈവം അതിനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് തന്നില്ല. എൻ്റെ കണ്ണും അടച്ചു. ഇയാൾ അവസാനം പോകുന്നിടത്ത് എന്നോട് പറയും എനിക്കുള്ള കാശ് തരാൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാളും പോർട്ടറായിരുന്നു, പൈസയ്ക്കാണ് ഇയാൾ എന്നെ ഇത്രയും, അല്ലാണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ഒന്നും അല്ലെന്ന് അന്നേരം മനസ്സിലായി. പിന്നെ ഉണ്ടായിരുന്ന ഇന്ത്യൻ രൂപ പെറുക്കി അയാളെ പറഞ്ഞു കൊടുത്ത് വിട്ടു. അയാൾ പോരെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു എന്നെ വെറുതെ വിടാൻ പറഞ്ഞു. പേടിച്ചു പോയി ഞാൻ. ഇയാളിനി എൻ്റെ കൂടെ ഫ്ലൈറ്റിലോട്ട് വരുമോ വെള്ളം വെക്കുമോ എന്നൊക്കെ ഞാൻ ഓർത്ത്. ഇത്രയും പൈസ എൻ്റെ കയ്യിലുള്ളതെന്നൊക്കെ അറിയാവുന്ന ഹിന്ദി പറഞ്ഞ് ഞാൻ പോന്നു. അപ്പം ഞാൻ അന്നേരം കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തലയ്ക്ക് വെളിച്ചം വീണത്. ദൈവമേ, ഇവരോടൊക്കെ നോ പറഞ്ഞു വെച്ചിരുന്നായിരുന്നെങ്കിൽ ഞാനിവിടെ പെട്ട് കിടന്നേനെ, ഫ്ലൈറ്റും പോയേനെ. പിന്നെ ഏത് ഫ്ലൈറ്റിന് എവിടെ നിന്ന് ഇനി പൈസ അടുത്ത ടിക്കറ്റ് വാങ്ങിച്ച് അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാന്ന് ഓർത്ത ഈ എയർപോർട്ടിൽ കുത്തിയിരുന്ന് എൻ്റെ ദിവസം തീർന്നേനെ എന്നൊക്കെ ഞാൻ ഓർത്തു. അപ്പോൾ ദൈവം ഇടപെടും വേണ്ടതുപോലെ. നമ്മുടെ പോഷത്തരങ്ങളെ കൂടെ ദൈവം അനുഗ്രഹമാക്കി തീർക്കും.
നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ, ഓരോ ദിവസവും നടക്കുമ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ആ സ്നേഹം രുചിച്ചറിയുന്നു. അപ്പോൾ ദൈവത്തോട് കൂടെ നമ്മളിങ്ങനെ നടന്നു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അനുസരണമുള്ളവരായി തീരും. നമ്മളൊരു ഭാര്യ, ഞാനിങ്ങനെ കർണന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു രണ്ടുപേര് തമ്മിൽ, ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ വിവാഹത്തിന് ശേഷം നാളുകൾ കൊണ്ട് രണ്ടുപേരുടെ സ്വഭാവം ഒന്നായിത്തീരും. ഒന്നുകിൽ ഭർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് ഭാര്യ വരുമില്ലേ, ഭാര്യയുടെ സ്വഭാവത്തിലേക്ക് ഭർത്താവ് വരും. അതാണ് നാച്ചുറലി നടക്കുക. അത് നടക്കാത്തിടത്താണ് അടി നടക്കുന്നത്, കുടുംബ സമാധാനം ഇല്ലാത്തത്. അപ്പോൾ ഒന്നുകിൽ അതിനകത്ത് ആരുടെ സ്വഭാവത്തിലേക്ക് പോകുന്നു എന്നുള്ളതനുസരിച്ചാണ് കുടുംബജീവിതം നന്നായിട്ടാണോ പോകുന്നത് അല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പം നല്ല ക്വാളിറ്റീസും നല്ല നേച്ചറുമുള്ള ആളുടെ നേച്ചറിലേക്ക് മറ്റേ ആൾ വരികയാണെങ്കിൽ ആ കുടുംബജീവിതം സക്സസ് ആയിരിക്കും. ചിലർ കുറേയും കൂടെ പക്വതയും കാഴ്ചപ്പാടും ദൈവകൃപയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരാളുടെ നല്ല സ്വഭാവങ്ങളിലേക്ക് മറ്റേ ആൾ വരും, ചീത്ത സ്വഭാവങ്ങളെ ഉപേക്ഷിക്കും. രണ്ടുപേരുടെയും കൂടെ നല്ല സ്വഭാവങ്ങൾ ചേർന്ന് ഒരേ നേച്ചറിലേക്ക് വരുമ്പോൾ ആ കുടുംബജീവിതം സക്സസ് ആയിത്തീരും. അതെങ്ങനെയാണ് അങ്ങനെ ആയിത്തീരുന്നത്? നാളുകൾ കൊണ്ടുള്ള സംസർഗത്തിലൂടെയാണ് നമ്മളങ്ങനെ മാറി വരുന്നത്. അപ്പോൾ ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ നമ്മളറിയാതെ ദൈവത്തിൻ്റെ നേച്ചർ നമ്മളിലേക്ക് പകരപ്പെടാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ ആ സൗമ്യത, ആ സ്നേഹം, ആ കരുതൽ, ആ ക്ഷമ, ദീർഘക്ഷമ, ഇതെല്ലാം നമ്മളറിയാതെ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് പകരപ്പെടാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരും. ഒരു ദൈവ പൈതലിൻ്റെ, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരാളുടെ ഒരു ലക്ഷണമാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായിത്തീരുക, ദൈവത്തിൻ്റെ നേച്ചറിലോട്ട് നമ്മളായിത്തീരുക. അങ്ങനെ ആയിത്തീർന്ന ഹാനോക്ക് മരണം കാണാൻ ഇടയായിത്തീർന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ദൈവം ഹാനോക്കിനെ എടുത്തുകൊണ്ടുപോയി. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഹാനോക്കിനെ കാണാതെയായി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം ആദാം മുതൽ 7-ാമനാണ് ഹാനോക്ക്. ആദാം മരിച്ചുപോയി ഹാനോക്കിനെ ദൈവം എടുത്ത സമയത്ത്. പക്ഷേ ബാക്കി 6 തലമുറയും അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ആയിട്ട് ഹാനോക്കിൻ്റെ ഫാമിലിയുടെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര പേരായിരുന്നു. ഇപ്പം എൻ്റെ സൈഡിലാണെങ്കിൽ പപ്പായുടെ വീട്ടിൽ അവർ 10 മക്കൾ, പപ്പ ഏറ്റവും മൂത്തയാൾ. മമ്മിയുടെ വീട്ടിൽ 12 മക്കൾ. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയ കൊച്ചുമക്കൾ എല്ലാവരും കൂടെ കൂടി അത് മതി ഒരു കല്യാണത്തിനുള്ള ആളുണ്ട്. അപ്പോൾ ഹാനോക്കിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആദാമിന് തന്നെ എത്ര മക്കളുടെ അവരുടെ മക്കളും കൊച്ചുമക്കളെല്ലാം കൂടെ അങ്ങനെ 7 ജനറേഷനിലെ ആൾക്കാർ മുഴുവനുണ്ട്. അതുകൊണ്ടാണ് ഹാനോക്കിനെ കാണാതെയായി എന്ന് ബൈബിളിൽ പറയുന്നത്. കാണാതെയായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? എല്ലാവരും അന്വേഷിച്ചു. അന്നേരമല്ലേ നമ്മൾ ആരെങ്കിലും കാണാതെയായി എന്ന് പറയുന്നത്. ഇപ്പം വഴി സൈഡിലിരിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ മരിച്ചുപോയി ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? കാണാതെയായി എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഹാനോക്കിനെ കാണാതെയായി എന്നുള്ള ന്യൂസ് ആ ദേശം മുഴുവൻ പരന്നു. കാരണം മുഴുവനും റിലേറ്റീവ്സാണ്. അവരാരും നോക്കിയിട്ട് ഹാനോക്കിനെ ഒരു ദിവസം കാണാണ്ട് പോയി. ഇന്ന് വരെ ഇച്ചിരി മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അടുത്ത നിമിഷം നോക്കിയപ്പം കാണാണ്ട് പോയി. അതാണ് സംഭവിച്ചത്. അതതിൻ്റെ ഒരു ചെറിയ വേർഷൻ. അന്ന് എല്ലാവർക്കും അതൊരു വലിയ സംഭവമായിരുന്നു, ഹാനോക്കിനെ കാണാതെ പോയത്. അത് വലിയ ന്യൂസായിട്ട് അവരുടെ ഇടയിൽ പടർന്നു. ഇനി കർത്താവിൻ്റെ വരവിൽ അതിൻ്റെ ഒരു വലിയ വേർഷൻ, എത്രയോ പേരാണ് കാണാതെയാകാൻ പോകുന്നത് അല്ലേ? കർത്താവിൻ്റെ വരവിങ്കൽ സഭ എടുക്കപ്പെടുമ്പോൾ നമ്മളും ആ കൂട്ടത്തിലായിരിക്കണം. നമ്മളെല്ലാവരും പോയി കഴിയുമ്പോൾ ഈ ലോകം മുഴുവൻ കാണാത്തവരെ മുഴുവൻ തപ്പുമ്പോഴത്തേക്കുള്ള പരിഭ്രാന്തി ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പോൾ ഹാനോക്കിൻ്റെ ആ സംഭവം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നതും ഹാനോക്ക് അങ്ങനെ നടന്നതും ദൈവത്താൽ എടുക്കപ്പെട്ടതിനുമെല്ലാം ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവരൊരുമിച്ച് നടന്ന കാലത്ത് ദൈവം എപ്പോഴോ ഹാനോക്കിനോട് പറഞ്ഞു, ഹാനോക്കേ നീ മരിക്കുകയല്ല, ഞാൻ നിന്നെ ഒരു ദിവസം അങ്ങ് കൂട്ടിക്കൊണ്ടുപോകും. അത് ഹാനോക്ക് അതുപോലെ വിശ്വസിച്ചു. ആ വിശ്വസിച്ചതും അവന് നീതിയായിട്ട് കണക്കിട്ടു. ദൈവം പറഞ്ഞത് ദൈവം ചെയ്തു. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളോട് ഇന്ന് മുതൽ, കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ, കർത്താവിനോട് കൂടെ നടക്കുവാൻ തുടങ്ങിയ നാൾ മുതൽ കർത്താവ് നമ്മളോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കും. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ സംഭവിക്കും. ഹാനോക്കിൻ്റെ സാക്ഷ്യം അതാണ്. നമ്മുടെ ജീവിതത്തിലും അതുതന്നെയായിരിക്കണം നമ്മുടെ സാക്ഷ്യം. നാം ദൈവത്തിൽ വിശ്വസിക്കണം. ആ വിശ്വാസം കണ്ട് ദൈവം നമ്മളിൽ പ്രസാദിക്കണം. ദൈവത്തിൻ്റെ മുഖത്തൊരു ചിരി വിടരണം നമ്മുടെ നടപ്പും നമ്മുടെ വിശ്വാസവും കണ്ടിട്ട്. മെഥൂശലഹ് ജനിച്ചപ്പോഴാണ് ഹാനോക്കിൻ്റെ ജീവിതത്തിലൊരു വ്യത്യാസമുണ്ടായത്. അന്ന് എന്തായിരിക്കും സംഭവിച്ചത്? എന്തോ ഒരു ക്രൈസിസ് നമ്മുടെ ജീവിതത്തിൽ. നമ്മളെപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലോട്ട് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നേ? ഒന്നുകിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പം, ഇല്ലേ നമ്മൾ മരിക്കാറാവുമ്പം, അല്ലേ? ഇപ്പം ഡോക്ടർ പറയുക ക്യാൻസറാണ്, 1 മാസം കൂടി ജീവിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ ഒന്ന് പരിശോധിക്കും.
ഇനി എവിടെയാ ഒന്ന് നന്നാകാനുള്ള, ആരോടാ ക്ഷമ പറയാനുള്ള, എന്നതാ സ്വത്തെഴുതി വെക്കാനുള്ള, മരിക്കാൻ എങ്ങനെയാണ് റെഡിയാകണ്ടേ, സ്വർഗം എങ്ങനെയാണ് ഉറപ്പാകണ്ടേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു വേദനയിൽ കൂടെ കടന്നു പോകണം. എൻ്റെ ആദ്യത്തെ ഡെലിവറിക്കാണ് ഞാൻ ശരിക്കും കർത്താവിൻ്റെ ക്രൂശിലെ വേദന എന്നായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ഊഹം എനിക്ക് കിട്ടിയത്. ഡെലിവറി ടേബിളിൽ കിടന്ന് വേദന എടുത്ത് പൊളഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ കർത്താവേ, ഈ വേദന ഇത്രയും വലുതെങ്കിൽ ക്രൂശിലെ വേദന എത്ര വലുതായിരുന്നു എന്ന് ഞാൻ ആ കർത്താവിൻ്റെ വേദനയുടെ ആഴം തിരിച്ചറിയാനായിട്ട് ഇടയായി. അന്ന് അവിടെ കിടന്ന് ഞാൻ എൻ്റെ ദൈവത്തെ ശരിക്കും, ഞാൻ എൻ്റെ ജീവിതത്തെ മുഴുവനൊന്ന് ചിന്തിച്ചു. ഈ വേദനയിൽ ഞാനെങ്ങാനും മരിച്ചു പോയാൽ എൻ്റെ അവസാനം എവിടെയായിരിക്കുമെന്ന് ഇന്ന് ചിന്തിക്കാൻ ഇടയായി തീർന്നു. അവിടെ യു കെയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നാണെന്നറിയാമോ? ഭാര്യമാർ പ്രസവത്തിന് കയറുമ്പോൾ ഭർത്താക്കന്മാർ കൂടെ കയറണം. ഭർത്താവും ഭാര്യയും അവിടെ കാണണം. ഈ വേദന മുഴുവനും, ഈ കാർച്ചയും ബഹളങ്ങളും സകലതും ഭർത്താവ് കണ്ടു കഴിയുമ്പം മനസ്സ് നല്ലതുപോലെ അങ്ങ് അലിയും. അവരുടെ അപ്പനെ അമ്മേനെ ഓർക്കും, എൻ്റെ ദൈവമേ, എൻ്റെ അമ്മ എന്നെ ഇതുപോലെയായിരുന്നല്ലോ പ്രസവിച്ച്, എന്നിട്ട് ഈ അമ്മേനെ ഞാൻ വേണ്ട പോലെ സ്നേഹിച്ചില്ലല്ലോ എന്ന് ഓർക്കും. ഈ ഭാര്യ സഹിച്ച വേദന ഓർക്കുമ്പോൾ ഭാര്യയെ പിന്നെ പൊന്നുപോലെ നോക്കും, പിള്ളേരോടുള്ള സ്നേഹവും കൂടും. അങ്ങനെ ഒരു ഉപകാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് അവിടെ ചെയ്തു തന്നിട്ടുണ്ട്. ഈ ദേശത്തെ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കൂടെ കയറുന്നില്ല, അവരകത്തോട്ട് പോയി പിന്നെ വരുന്നത് ഒരു കൊച്ചുമായിട്ട്, വേറൊന്നും അവരറിയുന്നില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ആഴം അറിയുന്നില്ല, സ്നേഹം കൂടുന്നില്ല. പക്ഷേ ഇതുപോലെ എന്തോ ഒരു ക്രൈസിസ് ഞാൻ വിചാരിക്കുന്നു ഈ മെഥൂശലഹ ഉണ്ടായപ്പം ഹാനോക്കിൻ്റെ കണ്ണ് തുറക്കുന്ന എന്തോ അവിടെ സംഭവിച്ചു. അപ്പോഴാണ് ഹാനോക്കിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയതും ആദാം ദൈവത്തോട് കൂടെ നടന്നതും ഒക്കെ ചിന്തിച്ചത്. അതോടുകൂടി ഹാനോക്കിൻ്റെ ജീവിതത്തിലെ തീരുമാനം മാറി, ദൈവത്തോട് കൂടെ നടക്കാൻ തീരുമാനിച്ചു. മെഥൂശലഹിൻ്റെ പേരിൻ്റെ അർത്ഥം നമുക്കറിയാം, അറ്റ് ഹിസ് ഡെത്ത് ജഡ്ജ്മെൻറ്റ് വിൽ കം. അവൻ്റെ മരണത്തിങ്കൽ ന്യായവിധി ഉണ്ടാകും. അതാണ് ആ പേരിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മെഥൂശലഹ എന്ന് ഓരോ തവണ വിളിക്കുമ്പോഴും ഹാനോക്കിൻ്റെ ഉള്ളിൽ ഇവൻ മരിച്ചാൽ ന്യായവിധി എത്തും എന്നുള്ള ആ ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്ത ഉള്ളവർക്കാണ്, എൻ്റെ ദേശം ഇവിടെയല്ല, ദൈവത്തോടു കൂടെ ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയുടെ ദിവസം വരുന്നുണ്ടെന്ന് ബോധമുള്ളവർക്ക് കൂടുതൽ ദൈവത്തോടു കൂടെ നടക്കുവാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഹാനോക്കിനെ കൂടുതൽ ദൈവത്തോടു കൂടെ നടത്തിച്ചത്. എന്തുകൊണ്ടായിരിക്കും മെഥൂശലഹ ഏറ്റവും ആയുസ്സുള്ള മനുഷ്യനായി തീർന്നത്? 969 വർഷം ജീവിക്കാൻ കാരണം അത് ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ കാണിക്കുന്നു. മെഥൂശലഹ മരിച്ച വർഷമാണ് പ്രളയമുണ്ടായത്. അപ്പോൾ ദൈവം മെഥൂശലഹിൻ്റെ ആയുസ് കൂട്ടി കൊണ്ടുപോയതിന് ഒറ്റ കാരണമുള്ളൂ, ഒരാളും കൂടെയെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ, ഒരാളും കൂടെയെങ്കിലും ദൈവത്തെ അറിഞ്ഞാൽ, ഒരാളും കൂടെയെങ്കിലും മടങ്ങി വന്നാൽ അത്രയും ആകട്ടെ എന്നോർത്താണ് ദൈവം ആയുസ്സിനെ നീട്ടിക്കൊടുത്തത്. ഇന്നും കർത്താവിൻ്റെ മടങ്ങി വരവ് താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒന്നുകൂടെ ഒന്ന് നന്നാകാൻ, ഒന്നുകൂടെ ഒന്ന് നമ്മുടെ നിത്യത ഉറപ്പാക്കിക്കോട്ടെ എന്നോർത്ത്, ഒന്നുകൂടെ ഒന്ന് ദൈവത്തിൻ്റെ പദ്ധതി നമ്മളൊന്ന് പൂർത്തീകരിച്ചോട്ടെ എന്നോർത്ത്, ഒരാളും കൂടെ ഒന്ന് ദൈവഭാഗത്തേക്ക് വന്നെങ്കിലോ എന്നോർത്താണ്, വരട്ടെ എന്നോർത്താണ് ദൈവം തൻ്റെ ന്യായവിധിയെ, കർത്താവിൻ്റെ മടങ്ങി വരവിനെ നീട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അവസാന വാചകത്തിലേക്ക് വരിക. യൂദയുടെ അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ നാം വായിച്ചതുപോലെ, ഹാനോക്ക് ഏറ്റവും ആദ്യത്തെ പ്രീച്ചറായിരുന്നു, പ്രസംഗിയായിരുന്നു. ഹാനോക്കിൻ്റെ കാലത്ത് ഈ ബാക്കിയുള്ള, ഞാൻ പറഞ്ഞല്ലോ, ആ വലിയ എക്സ്റ്റെൻഡഡ് ഫാമിലി മുഴുവൻ ഹാനോക്കിൻ്റെ ചുറ്റും ഇരിക്കെ ഹാനോക്ക് ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അതാണ് പിന്നീട് നോഹ ഏറ്റെടുത്ത് പ്രസംഗിച്ചത്. ആ ഹാനോക്ക് തന്നെയായിരുന്നു ഏറ്റവും ആദ്യത്തെ പ്രോഫറ്റും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആദാം ജീവിച്ചിരിക്കുന്ന തലമുറയിൽ ജീവിച്ച ഹാനോക്ക്, കർത്താവ് വന്നില്ല, ഒന്നാം വരവ് കർത്താവിൻ്റെ നടന്നിട്ടില്ല. ആ കർത്താവിൻ്റെ ഒന്നാം വരവും കടന്ന് കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പ്രവചിച്ചു കളഞ്ഞു. അപ്പോൾ ദൈവം എത്ര വലിയ വെളിപ്പാടാണ് ഹാനോക്കിന് കൊടുത്തതെന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. ദേവദാസൻ എന്ന് പറഞ്ഞ പോലെ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന യോഹന്നാന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ വെളിപ്പാടുകളും കൊടുത്ത ദൈവം, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് അവരൊരുമിച്ച് നടന്ന് ഒത്തിരി മനസ്സുകൊണ്ടടുത്ത് ഒരു കർത്താവ് പറയുന്നല്ലോ, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും പ്രമാണിച്ച് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ഹാനോക്ക് ജീവിച്ചു കഴിഞ്ഞപ്പം ദൈവം തൻ്റെ മനസ്സ് മുഴുവൻ അങ്ങ് തുറന്നു കൊടുത്തു. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം എല്ലാം പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഒന്നാം വരവ് കഴിഞ്ഞുള്ള കാര്യം, എത്രയോ കർത്താവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും നിവൃത്തിയായി.
ആ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ഹാനോക്ക് പ്രവചിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പം, അവർ തമ്മിലുള്ള ആ ഹൃദയ കൈമാറ്റം, അവർ തമ്മിലുള്ള ആ സ്നേഹം ഒന്ന് ഓർത്ത് നോക്കിക്കേ. അതൊരു വലിയ കാര്യമാണ്. ഹാനോക്കിന് ആ വലിയ ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ചു. ആ ദൗത്യം ഏൽപ്പിച്ച കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിയണമെങ്കിൽ നമ്മൾ ആ യൂദയുടെ ലേഖനത്തിലെ ആ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം എത്ര തവണയാണ് ഭക്തി കെട്ട എന്ന വാക്യം, ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത. അപ്പോൾ ഭക്തികെട്ട ഒരു സമൂഹത്തിലാണ് ഹാനോക്ക് ജീവിച്ചത്. ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ. രണ്ടാമതും വീണ്ടും പറയുകയാണ് ഭക്തികെട്ട ഒരു ജനറേഷൻ. മൂന്നാമത് ഭക്തികെട്ട പാപികൾ. തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ. അത് നമ്മളെ കാണിക്കുന്നത് ഹാനോക്ക് ജീവിച്ച ജനറേഷൻ അത്രയും ബാഡ് ജനറേഷനായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ജീവിക്കുന്നതും അങ്ങനെയുള്ളൊരു ലോകത്തിലാണ്. ട്രാൻസ്ജെൻഡറിസവും പാപവും, ആരെയും കൊല്ലാനും കൈക്കൂലി വാങ്ങിക്കാനും സകല പാപങ്ങളും അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ വരവ് നോഹയുടെ കാലം പോലെ ആയിരിക്കുമെന്ന്. നോഹയുടെ ആ കാലത്തിലാണ്, പിന്നീടാണ് പ്രളയം വന്ന് ജനം മുഴുവൻ, ഭൂമി മുഴുവൻ സകല ജനങ്ങളും നശിപ്പിക്കപ്പെടുന്നത്. നോഹയ്ക്ക് നോഹയുടെ ഭാര്യയെയും മക്കളെയും മരുമക്കളെയും നേടാൻ പറ്റി. ഹാനോക്ക് ഇത്രയും നടന്നിട്ടും ഇത്രയും പ്രസംഗിച്ചിട്ടും ഇത്രയും പ്രവചിച്ചിട്ടും ഹാനോക്കിൻ്റെ വൈഫും മക്കളും പോലും ദൈവത്തോടു കൂടെ നടന്നില്ല. അപ്പോൾ ഈ ഇത്രയും വലിയ ഒരു വെളിപ്പാട് ഹാനോക്കിന് ദൈവം നൽകിയെങ്കിൽ, നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുന്നുവെങ്കിൽ ദൈവം ഇതിലെത്രയോ അധികം വെളിപ്പാടുകൾ നമുക്ക് തരും, എത്രയോ അധികം തൻ്റെ മനസ്സ് നമുക്ക് പൊഴിച്ചു തരും. നാം ആ കാര്യം ഒരിക്കലും മറന്നു പോകരുത്. നമ്മളും കർത്താവിനോട് കൂടെ എടുക്കപ്പെടണം. ഹാനോക്കിന് ശേഷം നോഹ ആ ബാറ്റൺ എടുത്തെങ്കിൽ, നോഹയ്ക്ക് ശേഷം ഇന്നീ പുതിയ തലമുറയിൽ, പുതിയ നിയമസഭയിൽ നമ്മളും ആ ബാറ്റൺ എടുക്കണം. നമ്മുടെ പ്രവൃത്തി. ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരനുണ്ട്, ജിതിൻ ബ്രദർ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നയാളാണ്. അപ്പോൾ ഒരു ദിവസം ഞാനും ചേട്ടായും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ ജിതിൻ ബ്രദറിനോട് ചോദിച്ചു, ബ്രദർ എങ്ങനെയാണ് വിശ്വാസത്തിൽ വന്നേ? അപ്പോൾ പറഞ്ഞു, സഹോദര, എനിക്ക് 3 പെന്തക്കോസ് കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ കട്ട ഫ്രണ്ട്സായിരുന്നു. അവരൊരിക്കലും എന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല, അവരുടെ ചർച്ചയിൽ വിളിച്ചിട്ടില്ല. പക്ഷേ അവരുടെ സ്വഭാവം, അവരുടെ ജീവിതം, അവരുടെ നടപ്പ്, അവരുടെ ജീവിതത്തിലെ ദൈവപ്രവൃത്തി, ദൈവമായിട്ടുള്ള അവരുടെ കണക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എനിക്കും ഇങ്ങനെ ജീവിക്കണം, ഇവരുടെ ദൈവത്തെ എനിക്കും വേണമെന്ന് തോന്നി. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ട ഞാൻ വിശ്വാസത്തിൽ വന്നേന്ന്. അവർ സുവിശേഷം പറഞ്ഞിട്ടല്ല, അവരുടെ ജീവിതമായിരുന്നു സുവിശേഷം. നമുക്കൊരു പക്ഷേ പ്രസംഗിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പ്രസംഗിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് അനേകരെ നേടാൻ പറ്റും. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുമ്പം ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ലിറ്ററലി കയ്യെ പിടിച്ച് നടക്കുകയല്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ പ്രസൻസ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ നേച്ചർ നമ്മളിലേക്ക് വന്നു കഴിയുമ്പം ആ നേച്ചർ മറ്റുള്ളവർ കാണും. ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിലുള്ളത് മറ്റുള്ളവർ കാണും. അത് കാണുന്നവർ ദൈവത്തിലേക്ക് വരുവാനിടയായിത്തീരും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെ പ്രസംഗിക്കുന്നവരായിത്തീരും. കർത്താവ് ദൈവത്തിന് വേണ്ടി ആളുകളെ നേടുന്നവരായിത്തീരും. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ തീരുമാനിക്കണം, ഇന്ന് ഞാൻ ദൈവത്തോട് കൂടെ നടക്കും. ഞാൻ മംഗലാപുരത്ത് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു, ഞങ്ങളുടെ ഹോസ്റ്റൽ വാർഡൻ. വളരെ പ്രായം ചെന്നൊരു മനുഷ്യനാണ്. അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനും അയാളും ഒത്തിരി കൂട്ടായിരുന്നു. അപ്പച്ചനായിരുന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ എന്നും വർത്താനം പറയും. അപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ മഹാകുടിയനായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പിന്നെ കുടി നിർത്തി? ഇത്രയും നല്ല സ്വഭാവമായ നല്ലൊരു അപ്പച്ചൻ. അപ്പം പറഞ്ഞു, ഞാൻ ഈ കുടി നിർത്തുന്നവരുടെ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ എന്നെ ആരോ കൊണ്ടുപോയി ചേർത്തു. അപ്പം ഞാൻ അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അവരിലൂടെയാണ് ഞാൻ ഈ കുടി നിർത്തിയത്. അപ്പം അവരെന്നാ ചെയ്തു തന്നേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നമ്മളെല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം നമ്മൾ തീരുമാനിക്കണം, ഇന്നത്തെ ദിവസം ഞാൻ കുടിക്കുകയില്ല. മരിക്കും വരെ കുടിക്കുകയില്ലെന്ന് തീരുമാനിച്ചാൽ ഉറപ്പായിട്ടും കുടിച്ചിരിക്കും. അതുകൊണ്ട് അവർ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഇന്നത്തെ ദിവസം ഞാൻ കുടിക്കുകയില്ല വൈകുന്നേരം വരെ. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കുടിക്കാതെ പോകും. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴും പറയും, നാളെ ചിലപ്പോൾ കുടിക്കുമായിരിക്കും, പക്ഷേ ഇന്ന് ഞാൻ കുടിക്കുകയില്ല, അങ്ങനെ തീരുമാനിക്കും. എന്ന് പറയുന്നത് പോലെ ഞാൻ മരിക്കുന്നതിനും വരെ ദൈവത്തോട് കൂടെ നടക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരികയില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന്. നാളത്തെ ദിവസം നമ്മുടെയാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ആയുസ് എത്രയുണ്ടെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ എല്ലാം തലേ ദൈവം ജനിച്ചപ്പോൾ തന്നെ ഒരു എക്സ്പയറി ഡേറ്റ് അടിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന് മാത്രമേ കാണത്തുള്ളൂ, നമുക്കറിയത്തില്ല. ഇന്നാണോ നാളെയാണോ നാളെ കഴിഞ്ഞാണോ നമ്മുടെ അവസാനം എന്നറിയത്തില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ദിവസം
ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ ഇന്ന് എന്ന ദിവസം ഞാൻ നിന്നോട് കൂടെ നടക്കും. ഓരോ ദിവസവും നമ്മൾ അങ്ങനെ ദൈവത്തോട് കൂടെ നടന്നു കഴിയുമ്പം അത് നമ്മുടെ സ്വഭാവമായി മാറും. അത് ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡെയിലി കോണ്ടാക്ട്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക, ദൈവത്തോട് കൂടെ നടക്കുക. ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ളതിൻ്റെ ഒരു പര്യായ പദമാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അപ്പം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പം ദാറ്റ് ഈസ് ഇക്വലന്റ് ടു ദൈവത്തെ പ്രസാദിപ്പിച്ചു. അപ്പം നമ്മളും ദൈവത്തോട് കൂടെ ഓരോ ദിവസവും നടക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കും. അപ്പോൾ കർത്താവ് നമ്മളെ എടുത്തുകൊള്ളും. കർത്താവിൻ്റെ വരവെങ്കിൽ നാം തീർച്ചയായിട്ടും എടുക്കപ്പെടും. നമ്മളെ ഇവിടെ നിന്നെടുത്ത്, അതാണല്ലോ പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുമ്പം മരിച്ചവരുയർക്കും, ജീവനോടെ ഇരിക്കുന്ന നാം അവരോട് കൂടെ എടുക്കപ്പെടും. ഹാനോക്കിനെ ദൈവം എങ്ങനെ എടുത്തോ അതുപോലെ നാമും എടുക്കപ്പെടും. നമ്മളെ ഇവിടെ നിന്നെടുത്ത ക്ഷണനേരം കൊണ്ട്, ഒരൊറ്റ ക്ഷണം കൊണ്ട് ഹാനോക്കിനെ കാണാതെയായി എന്നതുപോലെ നമ്മളെയും കാണാതെയാകും. നമ്മളൊന്നേ ചെയ്യേണ്ടു, ഈ നല്ല ദൈവത്തോട് കൂടെ നടക്കുക, ഒരേ ഡയറക്ഷനിൽ നടക്കുക, ഒരേ സ്പീഡിൽ നടക്കുക, ദൈവത്തിൻ്റെ ആ കമ്പനി എൻജോയ് ചെയ്ത് നടക്കുക. അങ്ങനെ നടന്നാൽ നാമം എടുക്കപ്പെടും. ഹാനോക്കിൻ്റെ ജീവിതം നമ്മളോട് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുക. ഹാനോക്ക് മരിച്ചിട്ട് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി. പക്ഷേ ഇന്നും ഹാനോക്കിൻ്റെ ജീവിതം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക, നമ്മളെ ചലഞ്ച് ചെയ്യുക. ഞാൻ അന്ന് നടന്നെങ്കിൽ, ഹാനോക്കിന് മുൻപിൽ ഒത്തിരി പ്രതികൂലങ്ങളുണ്ടായിരുന്നു, ഹാനോക്കിന് മുൻപിൽ ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ ഹാനോക്ക് നടന്നു. കാരണം ഹാനോക്ക് തീരുമാനിച്ചു, ഞാൻ ദൈവത്തോട് കൂടെ നടക്കും. നമുക്കും പ്രതികൂലങ്ങളില്ലാഞ്ഞിട്ടല്ല, തടസ്സങ്ങളില്ലാഞ്ഞിട്ടല്ല, വില കൊടുക്കേണ്ടി വരികയില്ല എന്ന് പറയത്തില്ല ഞാൻ. പക്ഷേ തീരുമാനിക്കാൻ പറ്റും, ഓരോ ദിവസം ബൈ ദിവസമായിട്ട് നടക്കാൻ പറ്റും. അങ്ങനെ നടന്നാൽ ദൈവം തന്നിരിക്കുന്ന ഉറപ്പുണ്ട്, ഹാനോക്കിനെ ഞാൻ എടുത്തു എങ്കിൽ നിങ്ങളെയും എടുക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ മടങ്ങി വരും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഞങ്ങളുടെ വീട്ടിൽ എക്സ്ട്രാ റൂം, ഞങ്ങൾ 4 പേരും കിടന്നാലും പിന്നെയും ഞങ്ങൾക്ക് എക്സ്ട്രാ 2 റൂമുണ്ട്, വാസസ്ഥലമുണ്ട്. പക്ഷേ അതങ്ങനെ കിടക്കുക. ആരെങ്കിലും വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഓടിച്ചെല്ലും, ആ മുറി ഒന്നുകൂടെ തുടയ്ക്കും, ബെഡെല്ലാം വിരിക്കും, ഒരു കുപ്പി വെള്ളം, അവർക്കിടാൻ 2 ചെരുപ്പ്, ഒരു ബോക്സ് ടിഷ്യൂ, അവർക്ക് പുരട്ടാൻ വേണ്ട ക്രീം, അവർക്ക് തുണിയിടാൻ വേണ്ട ഹാങ്കറുകൾ എല്ലാം ഒന്ന് ഒരുക്കി റെഡിയാക്കി വെക്കും. എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതൊന്ന് റെഡിയാക്കാൻ പോയതാ കർത്താവ്. മടങ്ങി വരാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ഒരുങ്ങിയിട്ടില്ല. നമ്മളെപ്പോൾ ഒരുങ്ങുന്നോ അപ്പോൾ കർത്താവ് വരും. ദൈവത്തോട് കൂടെ നടക്കാൻ ഹാനോക്കിൻ്റെ ജീവിതം നമ്മളെ ഉത്സാഹിപ്പിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.